ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ഇടപെട്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 2 ദിവസത്തിനുള്ളിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും. സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയ ശക്തികൾ അവിടെ എത്തി നാടകം കളിച്ചതിന്റെ ഭാഗമാണ് കോടതിയുടെ പരാമർശമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം CBCI ദേശീയ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തുമായി രാജീവ് ചന്ദ്രശേഖർ നാളെ കൂടിക്കാഴ്ച നടത്തും. തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് വെച്ചാണ് കൂടിക്കാഴ്ച. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുകയാണ്. സഹിൻ, കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് BJP വലിയ സമ്മർദ്ദത്തിലായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളുമായി വലിയ ഔട്ട്റീച്ചിനെ ശ്രമിക്കുന്ന BJP സംബന്ധിച്ച് ഒരു ഇരട്ടി പ്രഹരമായിരുന്നു ഇത്. ഇപ്പോൾ ജാമ്യം നൽകും, അല്ലെങ്കിൽ സർക്കാർ എതിർക്കില്ല ജാമ്യത്തെ എന്ന് ഉറപ്പ് പ്രധാനമന്ത്രി നേരിട്ട് നൽകിയെന്നാണോ സഭാ നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖർ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് അല്പനേരം മുൻപാണ് എത്തിയത്. 8:50 അദ്ദേഹം സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തുകയായിരുന്നു. ഇവിടെ മേജർ ആർച്ച് ബിഷപ്പുമായി അദ്ദേഹം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അമിത്ഷായും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും. സംസ്ഥാന സർക്കാർ ഈ ജാമ്യത്തെ എതിർക്കില്ല എന്ന് തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഒപ്പം തന്നെ 3 ദിവസം മുൻപാണ് ക്രൈസ്തവ സഭ തന്നോട് ഈ സഹായം അഭ്യർത്ഥിച്ചത്. അന്ന് തന്നെ അങ്ങോട്ടേക്ക് ഷോൺ ആന്റണി അടക്കമുള്ള ആളുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിടാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ഷോൺ ജോർജ് അടക്കമുള്ള ആളുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിടാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായി BJP സംസ്ഥാന ഘടകത്തിന് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും താൻ ആത്മാർത്ഥമായി ഇടപെട്ടതുകൊണ്ട് ഇപ്പോൾ കന്യാസ്ത്രീമാരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അവർക്ക് ജാമ്യം ലഭിക്കും. പക്ഷേ ചില രാഷ്ട്രീയ ശക്തികൾ അവിടെ എത്തി നാടകം കളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആരോപണം. അത് ആരെല്ലാമാണ് ആ തരത്തിൽ രാഷ്ട്രീയം കളിച്ചത് എന്ന് അദ്ദേഹം പറയാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇത് ജനങ്ങൾ ഇത് മുഴുവൻ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് താൻ അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് BJP സംസ്ഥാന ഘടകത്തിൻ്റെ കാര്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ക്രൈസ്തവ സഭയുമായി BJP അകന്നിട്ടില്ല. ഈ വിഷയം വന്നപ്പോൾ പോലും പിതാക്കന്മാർ തന്നോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ തന്നെ താൻ ഈ വിഷയത്തിൽ ഇടപെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്.